ഞങ്ങളുടെ ഒരു ചെറിയ സെലിബ്രേഷൻ വിത്ത് സോ ഐ വുഡ് ലൈക്ക് ടു കോൾ കുറച്ച് പേരെങ്കിലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 ഡയറക്ടേഴ്സ് ഉണ്ട്, ദീപൻ ആൻഡ് അഹമ്മദ്. റോജിന് വരാൻ പറ്റിയില്ല, മിഥുൻ ഷൂട്ടിലാണ്, അങ്ങനെ കുറച്ച് പേര്. സോ ജോയിൻ മനു ഹിയർ ആൻഡ് നമ്മുടെ ആന്റണി ഇവിടെ. അല്ല നിങ്ങൾ രണ്ടും കൂടെ എല്ലാ രീതിയിലും സന്തോഷമാണ്. വേറെ എന്താ പറയാ, ഇങ്ങനൊരു സിനിമയും ഇങ്ങനൊരു ക്യാരക്ടറും ഇത്തരത്തിലുള്ള സപ്പോർട്ടൊക്കെ കിട്ടി. ഓഡിയൻസിന്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും വലുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ കിട്ടുന്ന വൈബ് ഭയങ്കര സന്തോഷമുണ്ട്. അല്ല, നമുക്ക് രണ്ടും കൂടെ മറ്റേ കാര്യങ്ങൾ അവതരിപ്പിച്ചാലോ? എനിക്ക് അറിഞ്ഞു ഏതാണോ. അല്ല, അത് ഞാനല്ല, പുള്ളി പറയാം. അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ കാര്യം പറയാം. ഇന്നിപ്പോ 11-ാം ദിവസമാണല്ലേ. ഞങ്ങള് ലാഭമായി. ഇനി അടുത്ത ആഴ്ച കണക്കിൽ ഞങ്ങള് നഷ്ടമായിട്ട് വേണ്ട. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അത്രേ ഉള്ളൂ. അപ്പോ അതൊരു വലിയ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസർ തന്നെ ഈ 10-ാം ദിവസം വന്നിട്ട് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. തീർച്ചയായും. അപ്പോൾ ഒരു സിനിമ, ഞങ്ങൾ അഭിനയിച്ച സിനിമ ഇത്തരത്തിൽ ഭയങ്കര നല്ല അപ്രിസിയേഷൻ കിട്ടുന്നു. അതിന്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞു, അദ്ദേഹം എന്താ പറയാ അഭിനയിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. ആൻഡ് ഞങ്ങള് ക്ഷണം സ്വീകരിച്ച് കഴിഞ്ഞ ഒരു ദിവസം മുമ്പാണ് വിളിച്ചത്. അതെ, ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് us. It's not all like family to us. ഇതൊക്കെ തന്നെയാണ്, ഏതൊക്കെ തന്നെയാണ് ചെറുതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. തിയേറ്ററിൽ എല്ലാവരും ചിരിച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പുറത്തും ഇത് തന്നെയാണ് റെസ്പോൺസ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷിച്ച് 2 മണിക്കൂർ അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തന്നെ തോന്നി. ഇഷ്ടപ്പെട്ടതിൽ എല്ലാവർക്കും സന്തോഷം. താങ്ക് യു. പറയണ്ടൊക്കെ എല്ലാവരും പറഞ്ഞു. ഒരുപാട് അരുൺ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും വരണം. യെസ്, ഭയങ്കര സന്തോഷം. തിയേറ്റേഴ്സിൽ ഇപ്പം പ്രത്യേകിച്ച് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു, സന്തോഷം പങ്കുവയ്ക്കുന്നു. ഭയങ്കര വെരി ഹാപ്പി. നിങ്ങളുടെ ജെന്യൂൻ റെസ്പോൺസ് കാണുമ്പോൾ അതിലേറെ ഭയങ്കര അടിപൊളി. എന്തെങ്കിലും പറയാം? അല്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നത്. എല്ലാവർക്കും പടം ഇഷ്ടമായി, എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്നു വിചാരിക്കണം. ഞാൻ മറ്റേ രഞ്ജിത് സാറിന്റെ മറ്റേ സീൻ എല്ലാവരും ചിരിക്കുന്ന ഉറപ്പായിരുന്നു. അത് ഭയങ്കര ചിരിയായിരുന്നു. സന്തോഷം. എല്ലാവരും കണ്ടവരെല്ലാവരും എല്ലാവരോടും പറയാ, ഷെയർ ചെയ്യാം. നമുക്ക് ഈ വീക്ക് കൂടെ ഇതുപോലെ തന്നെ ഹൗസ്ഫുൾ ആയിട്ട് പോകണം എന്നാണ് ആഗ്രഹം. അടുത്ത ആഴ്ച. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ കമ്മിങ് മച്ച്. എല്ലാവരും പച്ചയാണെങ്കിൽ എല്ലാവരും എന്തായാലും കാണണം. അടിപൊളിയാണ്. നല്ലൊരു ന്യൂ ജോണറാണ് ആക്ച്വലി. ചിരിക്കാനല്ല, എന്തായാലും അങ്ങനെയാണ് എല്ലാം ചോദിക്കുന്നത്. പക്ഷെ ഇതില് നിങ്ങൾ കണ്ടുനോക്കണം, എല്ലാവരും സൂപ്പറായിട്ടാണ്. എന്തായാലും ഇഷ്ടം. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട് ബ്രോ? കോമഡിയെല്ലാം നല്ലതാണ്. എനിക്ക് പുതിയ സ്റ്റോറി, ഓരോ ഫ്രെയിമും ഓരോ സീനുകളും അടുത്തെന്താ വരാൻ പോകുന്നത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നല്ല ട്വിസ്റ്റോടെ നല്ല എൻ്റർടൈനിങ്. ബ്രോ പടം എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് ചെയ്തിട്ടുള്ള എല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അത് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അടിപൊളിയാണ് പടം. അടിപൊളിയല്ലേ? പടം സ്റ്റാർട്ട് ചെയ്ത് അവസാനം വരെ നമുക്ക് ചിരിക്കാനുള്ള ഒരു സെറ്റപ്പ്. പിന്നെ പ്രത്യേകിച്ച് കോളേജിലെ പിള്ളേർക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവും. അടിപൊളിയാണ്. എല്ലാവരും ഇതുവരെയും പടം കാണാത്ത എല്ലാവരും പോയി പടം കാണും. thoroughly enjoyed it. കുറേ ചിരിക്കാനുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസും നല്ല രസമായിരുന്നു. എല്ലാവരും അറ്റ്ലീസ്റ്റ് വൺ ടൈമെങ്കിലും ഒന്ന് കാണണം. എന്തായാലും ഇഷ്ടം. അടിപൊളി. നല്ലായിരുന്നു.
എല്ലാവരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു തുടക്കം തൊട്ട് അവസാനം വരെ. എല്ലാം നന്നായിട്ടുണ്ട്. രണ്ടുപേരും മൂന്നെണ്ണം എനിക്ക് പറയണ്ടല്ലോ, കിട്ടില്ലായിരുന്നു. എനിക്ക് സുരാജേട്ടൻ്റെ എന്താ പറയുക ഇന്റർവൽ ബ്ലോക്കിലുള്ള തൊട്ട് മുന്നുള്ള എൻട്രി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര വർക്കായിരുന്നു. എല്ലാം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ആദ്യത്തെ തവണയാണ് കാണുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം. പ്രിയ GV സെക്കൻഡ് പാർട്ട് വല്ല വരെ സാധ്യതയുണ്ടോ? കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ അഭിനയിപ്പിച്ച് അല്ലാതെ അഭിനയിച്ചിട്ട് നമ്മളെ മനസ്സിലാക്കാനുള്ളത് സത്യത്തിൽ വലിയൊരു എഫേർട്ടാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. അത് തന്നെയാണ് അത് ഡയറക്ടറുടെ ഒരു കഴിവ്, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു മെയിൻമ എന്ന് പറയുന്നത്. ഒരു ഫൺ മൂവിയാണ്. ഫസ്റ്റ് ലാസ്റ്റ് വരെ നമുക്ക് എൻജോയ് ചെയ്ത് സന്തോഷിക്കാൻ പറ്റിയൊരു സിനിമ. അതുപോലെ തന്നെ എന്ത് വിഷമം വരികയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യാൻ പറ്റിയ രണ്ടാളും ഒരുമിച്ചുള്ള ചോദിക്കുകയാണ്. ഇപ്പൊ വലിയ സക്സസിൽ നിൽക്കുകയാണ്. പക്ഷെ നോർമലി മലയാള സിനിമ ഇപ്പൊ ചെറിയ പടങ്ങൾ ഞങ്ങൾ മലയാള സിനിമയുടെ കാര്യമാണ് ഇവിടെ. ഞങ്ങൾ സക്സസ് റിപ്പീറ്റ് ചെയ്യും എന്ന് മാത്രം പറയാം. And me and Sharaf will be doing another movie together soon. അത് ആട് 3 ആണെന്ന് റൂമേഴ്സ് വരുന്നുണ്ട്. എന്താണ് കേരളത്തിൽ വന്നിട്ട് എല്ലാ ചെറിയ പടങ്ങളും അന്യഭാഷ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റ് ഫാമിലി ആയാലും ചെറിയ പടങ്ങൾ. പക്ഷെ നല്ല പടങ്ങൾ വരട്ടെ. അതായത് അവിടെ ഇറങ്ങി, ഞാൻ ഒരു മുമ്പ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇറങ്ങി വിജയിച്ച പടങ്ങൾ ഇവിടെ വരുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഒരു പരീക്ഷണശാലയായിട്ട് കേരളത്തിൽ തന്നെ നമുക്ക് തന്നെ 199-200 പടങ്ങൾ ഒരു വർഷം ഇറങ്ങുന്നു അല്ലേ? അപ്പം നമുക്ക് തിയേറ്ററുകൾ വേണം. അപ്പം അവിടെ ഇറങ്ങി വിജയിച്ച പടങ്ങൾ ഇവിടെ വരുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. സിനിമയിൽ ആ ചിരിയാണ് ഡയറക്ടർ എന്നോട് ചോദിച്ചത്. അത് ശരിക്കും ഞാൻ അത്രയും പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ അത് എന്തോ നമുക്കത് എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ ഫസ്റ്റ് ഷോട്ട് ഞാൻ ഷോട്ടിന് വന്ന് നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ സീൻ ഏതാണെന്ന് വെച്ചാൽ പൂക്കളത്തിന്റെ അവിടെ വന്നിട്ട് പോയില്ലേ, അവിടെ അതായിരുന്നു ഫസ്റ്റ് ഷോട്ട്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഡയറക്ടറെ എടുത്ത് ഇവിടെ ആ ചിരി ഇരിക്കണമെന്ന് പറഞ്ഞത്. അതിനു മുമ്പ് എനിക്ക് അറിയില്ല അത് എന്ത് ചിരി പ്രാക്ടീസ് അതൊന്നും ചിരിക്കാൻ പറ്റും. ഓക്കെ, കാർത്തിക്സൂടെ 2 മണിക്കൂറിലെ വ്ളോഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷറഫ് പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്ത പടം ട്രെയിൻ ട്രാവലറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നെ ജയ് സാർ കൈ പിടിക്കുന്നുണ്ട്. അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ആട് 3 ആണ് ട്രെയിൻ ട്രാവലറായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ അതിപ്പോ കൺഫേം ആയെന്നുള്ള ലെവലിലാണ്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഈ ചേട്ടാ ആട് 3 സോംബി കണ്ടന്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആട് 3 സോംബി കണ്ടന്റ് ഒക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതും പറഞ്ഞല്ലോ, സോംബി ഒന്നുമല്ല, അതൊരു ഫാന്റസിയാണ്. അതും എനിക്ക് ഫാന്റസി ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കണക്ക് ഫാന്റസിയിൽ ട്രാവൽ ചെയ്യാൻ വേറെ ഒന്നും കൂടെ ഇല്ലല്ലോ. ഡയറക്ഷൻ ഞാൻ ഒരു ഡയറക്ടർ തന്നെയാണ്. അത് അയാളാണ് കംപ്ലീറ്റ്. സ്ക്രിപ്റ്റുകൾ നമ്മൾ ഇടപെടും, അതിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവാം. ബട്ട് ഐ നെവർ ഇന്റർഫിയർ ഇൻ ഡയറക്ടോറിയൽ. അത് അയാളുടെ ഫ്രീഡം. അല്ല, അത് ബിക്കോസ് ഇങ്ങനെ നിങ്ങൾ കണ്ടില്ലേ, കോംപ്ലിക്കേറ്റഡ് സബ്ജക്ട്. അത് സ്ക്രിപ്റ്റിൽ അതിലും കോംപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അത് ഒരു ആക്ടർ അത് മനസ്സിലാവുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. അത് സുരാജിനും മനസ്സിലായി എന്നുള്ള അതെങ്കിലും മനസ്സിലായല്ലോ. ചേട്ടൻ ഒരു അന്യഭാഷ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ തെലുങ്ക് ഒരു അതെന്ത് റോളാ? അത് നെഗറ്റീവ് റോളാണ്. അത് ശിവരാജ് കുമാർ സാറിന്റെ ആരോഗ്യ ഒരു ഭയങ്കര പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വലിയ പടം. ഉത്തരാഖണ്ഡ. ഉത്തരാഖണ്ഡ. ശരി.